السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തസ്ഹീൽ ഫിഖ്ഹി എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള ഫിഖ്ഹ് പഠന പരമ്പരയിൽ കിതാബുസ്സലാ നിസ്കാരം എന്ന ഭാഗത്ത് ബാബു ഷുറൂത്തിസ്സലാ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ ഷർത്ത് സത്രുൽ ഔറ, ഔറത്ത് മറക്കുക എന്ന ഉപാധ്യായത്തിൽ 1437 മസ്അല വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി 1438 മസ്അല യജൂസുൽ ഇസ്ബാലു ലിന്നിസാ വഹാദാ മുജ്മഉൻ അലൈഹി. കഴിഞ്ഞ മസ്അല പറഞ്ഞത് നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല എന്നതായിരുന്നു. കണങ്കാലിൻ്റെ മധ്യത്തിലാണ് വസ്ത്രത്തിൻ്റെ സ്ഥാനം. അവിടെ മുതൽ നിര്യാണി വരെ ആകുന്നതിന് യാതൊരു വിരോധവുമില്ല. നിര്യാണിയിൽ വസ്ത്രത്തിന് യാതൊരു അവകാശവുമില്ല. അതുപ്രകാരം നിര്യാണിയിൽ തട്ടാൻ തന്നെ പാടില്ല. അത് താഴോട്ട് പോകലാവട്ടെ അതീവ ഗൗരവമായ കുറ്റകരമായ കാര്യമാണ് താനും. കണങ്കാലിൻ്റെ മധ്യത്തിനും മേൽപോട്ട് ഉയർത്തൽ പൊറുക്കപ്പെട്ട കറാഹത്തായ കാര്യമാണ്. സ്വഹാബിമാർ താബിഈങ്ങൾ പലരും ആ നിലക്ക് അത് പഠിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇങ്ങനെ വസ്ത്രം താഴോട്ടിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പുരുഷന്മാർക്കാണ്. സ്ത്രീകൾക്കാണെങ്കിൽ വസ്ത്രം താഴോട്ടിറക്കാം എന്നല്ല, ഇറക്കണം. അതാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. അതാണ് അടുത്ത മസ്അല. യജൂസുൽ ഇസ്ബാലു ലിന്നിസാ, വസ്ത്രം താഴോട്ടിറക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണ്. വഹാദാ മുജ്മഉൻ അലൈഹി, ഇതിൽ ഇജ്മാ ഉണ്ട് എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിലൊക്കെ പറഞ്ഞത്. താഴെ കോട്ടിങ്ങായി അവിടെ നൽകിയിട്ടുമുണ്ട്. ആ പൊതുവെ ഇജ്മാ ഉള്ള ഏകോപിച്ച കാര്യമാണ്, സ്ത്രീകൾക്ക് വസ്ത്രം താഴോട്ടിറക്കൽ അനുവദനീയമാണ്. വദിൽ മർഅത്തി അൻ തുർഖിയ സൗബഹാ ദിറാഅൻ, സ്ത്രീക്ക് തൻ്റെ വസ്ത്രം ഒരു മുഴം വരെ താഴോട്ടിറക്കലും അവർക്ക് ശറഅാക്കപ്പെട്ട കാര്യമാണ്. നിര്യാണിക്കും താഴോട്ട് ഒരു മുഴം വരെ വസ്ത്രം താഴ്ന്നു കിടക്കാം. ലിമാ സബത അൻ ഉമ്മി സലമത അന്നഹാ ദക്കറത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെളിവ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, അവർ നബിയോട് പറഞ്ഞു, ദുയൂലൻ നിസാ, സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അടിഭാഗങ്ങൾ, അത് വാൽഭാഗങ്ങൾ, താഴ്ന്നു കിടക്കുന്ന ഭാഗം, അതേക്കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുർഖി ശിബ്റ, അപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, ഒരു ചാൺ അവൾ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ഖാലത്ത് ഉമ്മു സലമ ഇദൻ യക്ഷിഫ് അൻഹാ യൻകശിഫ് അൻഹാ, നബിയെ ഒരു ചാൺ താഴ്ത്തിയാലും ചില സമയത്തൊക്കെ അത് വെളിവാകാമല്ലോ. ചിലപ്പോൾ നടക്കുമ്പോൾ ഇറങ്ങുമ്പോൾ കയറുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഒന്ന് വസ്തു ഒന്ന് പൊക്കി പിടിക്കും, അപ്പോഴേക്ക് കാലിൻ്റെ താഴ്ഭാഗമൊക്കെ കാണാമല്ലോ. അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, ഖാലത്തുൽഖി ദിറാഅൻ ലാ തസീദു അലൈഹി, എങ്കിൽ ഒരു മുഴം താഴ്ത്തിക്കൊള്ളട്ടെ, അതിലധികം വർദ്ധിപ്പിക്കരുത് എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. അപ്പം ഈ ഹദീസ് പ്രകാരം സ്ത്രീകൾക്ക് വസ്ത്രം താഴോട്ട് ഇറങ്ങാം, അത് അനുവദനീയമാണ്, നല്ല കാര്യവുമാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി 1439 മസ്അല യഹ്റുമു അലൽ റിജാൽ ഇസ്തിഅമാലു ഹുലിയിൽ ദഹബി ഫി സ്വലാത്തി വഗൈരിഹാ, പുരുഷന് സ്വർണ്ണാഭരണം ഉപയോഗിക്കൽ ഹറാമാണ്, നിസ്കാരത്തിലാവട്ടെ അല്ലാത്തപ്പാവട്ടെ. വഹാദ മുജ്മഉൻ അലൈഹി, അത് ഇജ്മാ ഉള്ള
കാര്യമാണ്. ഹദീസ് സാബിഖ്, നേരത്തെ പറഞ്ഞ ഹദീസാണ് തെളിവ്. നേരത്തെ വസ്ത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു പട്ടു വസ്ത്രം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഹദീസിൽ പട്ടും സ്വർണവും ഒന്നിച്ചാണ് പറഞ്ഞത്. ആ ഹദീസ് തന്നെയാണ് ഇതിനും തെളിവ്. അപ്പോൾ സ്വർണ്ണാഭരണം പുരുഷന്മാർക്ക് അനുവദനീയമല്ല. എന്നാൽ യുസ്തസ്നാ മിൻ ദാലിക, അതിൽ നിന്ന് ഒഴിവുണ്ട്. മാ ഇദാ വുജിദത് ഹാജത്തുൻ ലിൽബസിഹി, ധരിക്കൽ അനിവാര്യമായൊരു ഘട്ടം വന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സ്വർണം ധരിക്കേണ്ട അത്യാവശ്യ ഘട്ടം വന്നു എങ്കിൽ ഫയുബാഹു ലിർരിജാലി ലബ്സു ദഹബി ഇൻദ വുജൂദി ഹാജത്തിൻ ലിദാലിക, ആവശ്യം വരുന്നിടത്ത് അവർക്കവിടെ ഇളവുണ്ട് എന്നാണ്. ഹുക്മ ഹറാമ് തന്നെയാണ്. എന്നാൽ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അവിടെ അതല്ലാതെ വേറെ വഴിയില്ല എങ്കിലൊക്കെ അവിടെ അവർക്ക് ഇളവുണ്ട് എന്നാണ് മുസന്നിഫ് പറയുന്നത്. പക്ഷെ തെളിവായി പറഞ്ഞ ഹദീസ് സ്വഹീഹല്ല. ലിമാ റുവിയ അൻ അർഫജ റളിയല്ലാഹു അൻഹു, അർഫജ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് തെളിവ്. ലിമാ റുവിയ കണ്ടോ, മറ്റൊരുത്തൊക്കെ പറഞ്ഞപ്പോൾ ലിമാ സബത്ത, ലിമാ സഹ എന്നൊക്കെയാണ് മുസ്ലിഫ് പറഞ്ഞത്. ഇവിടെ അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം ലിമാ റുവിയ എന്നാണ്, ഉദ്ധരിക്കപ്പെട്ടതാണ് തെളിവായിട്ടുള്ളത്. അപ്പോൾ റുവിയ എന്ന ആ പ്രയോഗം തന്നെ സ്വഹീ അല്ല എന്നതിലേക്കുള്ള സൂചനയാണ്. സ്വഹീ ആണെങ്കിൽ റവ എന്നാണ് പറയുക. റവ, സബത്ത, ദക്കറ, വറദ, ഹക എന്നൊക്കെ വന്നാൽ സ്വഹീഹാണ് എന്ന സൂചനയാണ്. എന്നാൽ റുവിയ, ഹുക്കിയ അതേപോലെ ഉള്ള മജ്ഹൂലായ പ്രയോഗങ്ങളൊക്കെ ആണെങ്കിൽ അത് സ്വഹീ അല്ല, ദഈഫാണ് എന്ന സൂചനയാണ് നൽകുന്നത്. മാത്രവുമല്ല അവിടെ നമ്പർ 2 അദ്ദേഹം താഴെ കൊടുത്തിട്ടുമുണ്ട്. റവാഹുൽ ഇമാം അഹ്മദ് വ അബൂ ദാവൂദ് വ തിർമിദി വ നസായി വ തുഹാവി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതൊക്കെ പറയുന്നു. പക്ഷേ എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു എന്നാൽ വൽ ഹദീസ് ദഈഫുൻ, ഈ ഹദീസ് ദഈഫാകുന്നു എന്ന് അദ്ദേഹം താഴെ അതിന് വിധി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇളവുണ്ട് എന്ന് പറഞ്ഞവർ തെളിവായി പറഞ്ഞത് ഈ ഒരു സംഭവമാണ്. ആവശ്യമുണ്ടെങ്കിൽ സ്വർണം ധരിക്കുന്നതിൽ പുരുഷന്മാർക്ക് ഇളവുണ്ട് എന്ന് പറയാൻ തെളിവ് ഇതാണ്. പക്ഷേ ഈ തെളിവ് സ്വഹീഹല്ല, ദഈഫാണ്. അതുകൊണ്ട് തെളിവാവുകയില്ല. മാത്രമല്ല സ്വർണം ധരിക്കേണ്ട ഒരു ആവശ്യം എന്താണ് പുരുഷന് വരുന്നത്? പട്ടുവസ്ത്രമൊക്കെ ഒരു സ്വർണ്ണവസ്ത്രം ധരിക്കേണ്ട ആവശ്യം എന്തായാലും വരുമല്ലോ. അല്ലെങ്കിൽ സ്വർണ്ണാഭരണം ധരിക്കേണ്ട ആവശ്യം എന്ന് പറയുന്ന സാഹചര്യം സാധാരണഗതിയിൽ വരാനില്ല. എന്നാൽ ഒരു അനിവാര്യമായ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഘട്ടം വന്നാൽ ആവശ്യം എന്നതിനെ പരിഗണിച്ചുകൊണ്ട് ഇനി തെളിവില്ലെങ്കിൽ പോലും ആവശ്യങ്ങൾക്കുള്ള ഇളവ് എന്നതിലേക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഹുക്മ് പറയാം എന്ന് മനസ്സിലാക്കാം. അല്ലാഹു അഅലം. അർഫജയുടെ ഹദീസ് അന്നഹു ഉസീബ അംഫുഹു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്ത് അദ്ദേഹത്തിൻ്റെ മൂക്കിന് ഒരു മുറിവേറ്റു. ഫത്തഖദ അംഫൻ മിൻ വരിഖിൻ ഐ ഫിദ്ദ, പിന്നീട് അദ്ദേഹം ഒരു വെള്ളി കൊണ്ടൊരു മൂക്കുണ്ടാക്കി ഘടിപ്പിച്ചു. ജാഹിലിയ്യ കാലത്ത്, ഇസ്ലാമിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു പരിക്കിന് മൂക്ക് മുറിഞ്ഞു പോയി. അപ്പോൾ ആ സ്ഥാനത്ത് വെള്ളിയുടെ മൂക്കുണ്ടാക്കിയിട്ട് അവിടെ ഒരു കൃത്രിമമായ ഒരു മൂക്കുണ്ടാക്കി ഫിറ്റ് ചെയ്തു. ഫഅൻതന ഫഅമറഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യത്തഖിദ അംഫൻ മിൻ ദഹബിൻ, പിന്നെ അതിന് ചില പ്രയാസങ്ങളൊക്കെ വന്ന് ഒരു വാസനയൊക്കെ വന്ന് ബുദ്ധിമുട്ടായപ്പോൾ നബി ഞങ്ങൾ അദ്ദേഹത്തോട് സ്വർണത്തിൻ്റെ മൂക്കുണ്ടാക്കി ഉപയോഗിക്കാൻ നബി ഞങ്ങൾ കൽപ്പിച്ചു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. പക്ഷെ ആ റിപ്പോർട്ട് സ്വഹീഹല്ല. നബി കൽപ്പിച്ചു എന്ന റിപ്പോർട്ട് സ്ഥിരപ്പെട്ടു വന്ന റിപ്പോർട്ടല്ല, ദുർബലമായ റിപ്പോർട്ടാണ്. അതുകൊണ്ട് അത് തെളിവായി എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതാണ് ഇവിടെ തെളിവായി ചൂണ്ടിക്കാണിച്ചത്. അതല്ലാത്ത പല തെളിവ് പറയാനില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നമ്മളിത് പറയണോ ചോദിച്ചാൽ പറയേണ്ടതില്ല. പക്ഷെ ഇതല്ലാത്തൊന്നും പറയാനില്ല. എന്നാൽ ഫിഖിൽ ചർച്ചകൾ ഉണ്ട് താനും. ഫിഖിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇളവുണ്ടോ എന്ന ചർച്ചയുണ്ട്. പക്ഷേ അതിലൊക്കെ ന്യായമായി പറയുന്ന ഈ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് മുസന്നിഫ് അതവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ദുർബലമാണെന്നതിനാൽ അത് തെളിവായി സ്വീകരിക്കാവതല്ല. വല്ലാഹു അഅലം. ഇനി 1441 അതൊക്കെ ഇതിന് വരും. അപ്പോൾ പല്ല് വെക്കൽ, മൂക്ക് വെക്കൽ, ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഒരു അവയവത്തിന് പരിക്ക് വന്നു, അവിടെ അങ്ങനത്തെ കൃത്രിമമായ വെച്ചു, അവിടെ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വല്ലതൊക്കെ അതിൽ ഘടിപ്പിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിലാവശ്യമായി വരുന്നിടത്ത് പറ്റുമോ ഇല്ലേ? അതാണ് ഇപ്പോൾ ഇതിലുള്ള ചർച്ച ഉള്ളത്. പറ്റുമെന്ന് പറയാൻ ഇതാണ് തെളിവ്. പക്ഷേ ആ തെളിവ് സ്ഥിരപ്പെട്ടതല്ല. ഇനി തെളിവില്ലെങ്കിൽ പോലും ആവശ്യം എന്നത് ആവശ്യത്തിന് തോതനുസരിച്ച് ഹുക്മുകളിൽ പൊതുവായി മാറ്റം വരും. ഇസ്ലാമിൻ്റെ പൊതുവായ ഒരു തലമാണത്. ഒരു ആവശ്യം വരുന്നിടത്ത് ഹുക്മിൽ ഇളവുകൾ കിട്ടും. അപ്പോൾ ആ തത്വപ്രകാരം ഒരു ഇളവ് കിട്ടുമോ ഇല്ല എന്ന് മാത്രമേ നമുക്കവിടെ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഒരാൾക്ക് സ്വർണം പാടില്ല, പട്ടു പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ സ്വർണം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചു. ഒരു പുരുഷൻ
സ്വർണ്ണാഭരണം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചു, നിസ്കാരം സ്വഹിയാകുമോ ഇല്ലേ? അതാണ് അടുത്ത മസ്അല. ഇദാ സ്വല്ല റജുലു, ഒരു പുരുഷൻ നിസ്കരിച്ചാൽ, വഹുവ ലാബിസുൻ ലിസൗബിൻ ഹരീരിൻ ഔ ഹുലിയ്യി ദഹബിൻ മിൻ ഗൈരി ഹാജത്തിൻ, ഒരു ആവശ്യവുമില്ലാതെ സ്വർണ്ണാഭരണം ധരിച്ചുകൊണ്ടോ പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ടോ ഒരു പുരുഷൻ നിസ്കരിച്ചു. ഔ കാന മുസ്ബിദൻ ലിസിയാബിഹി, അല്ലെങ്കിൽ വസ്ത്രം മെഴാക്ക് താഴെ ഇറക്കിക്കൊണ്ട് അയാൾ നിസ്കരിച്ചു. മിൻ ഗൈരി ഇൽത്തിറാബിൻ ഇലാ ദാലിക, അനിവാര്യമായ ഒരു സാഹചര്യവും ഇല്ലാതെ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബോധപൂർവം ഇറക്കിയതാണെങ്കിൽ അഹങ്കാരമില്ലാന്ന് പറഞ്ഞിട്ട് കാര്യം അഹങ്കാരമാണ്. ഇറക്കിയതല്ല, ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ ഉടനെ ഉയർത്തുകയും ചെയ്തു എങ്കിൽ അതിന് തെറ്റില്ലതാനും എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനത്തെ സാഹചര്യം ഒന്നുമല്ല. അയാളെ വസ്ത്രം ആദ്യമേ നിലക്ക് താഴെയാണ് നിസ്കരിക്കാൻ വന്നപ്പോൾ തന്നെ, അങ്ങനെ അയാൾ നിസ്കരിച്ചു. എങ്ങനെ അയാൾ നിസ്കാരം സ്വഹിയാവുക ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ. അവിടെ ഫസ്വലാത്തുഹു സ്വഹീഹത്തുൻ, നിസ്കാരം സ്വഹീഹാണ്. വഹാദാ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇജ്മാ ഉള്ളതല്ല, ഭൂരിപക്ഷ അഭിപ്രായം നിസ്കാരം സ്വഹിയാവും. കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിടിച്ചു പറിക്കപ്പെട്ട വസ്ത്രം ധരിച്ച് നിസ്കരിച്ചാൽ ആ ചെയ്ത പണി ഹറാം, പക്ഷെ നിസ്കാരം സ്വഹിയാവാൻ അത് തടസ്സമല്ല. കാരണം നിസ്കാരം ഒരു അമലാണ്, ഇത് മറ്റൊരു അമലാണ്. അപ്പം നിസ്കാരത്തിന് വേണ്ട ഷർത്തും ഫർളും പാലിച്ചാൽ നിസ്കാരം സ്വഹിയാകും. ഈ ചെയ്തതിനോ കുറ്റം കിട്ടും, അത് വേറെ കാര്യം. സ്വർണം ധരിച്ചതിന് അവന് ശിക്ഷ ഉണ്ടാകും, പക്ഷെ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്ന് പറയാവതല്ല. അതാണ് വഹാദാ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ ചില പണ്ഡിതന്മാർ അത് ബാത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഇത് സ്വർണം ധരിച്ചു നിസ്കരിച്ച നിസ്കാരം സ്വഹിയാവുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇജ്മാ പറയാതിരുന്നത്. ജുംഹൂർ പറഞ്ഞു, ഭൂരിപക്ഷ പണ്ഡിതന്മാരെയും അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ന്യൂനപക്ഷം അല്ലാത്ത അഭിപ്രായം പറഞ്ഞവർ ഉണ്ട് എന്നർത്ഥം. ലിമാ സബഖ ദിക്റുഹു ഖരീബൻ ഇൻദ ദിക്രി സ്വലാത്തി ഫീ സൗബിൻ മഗ്സൂബിൻ, പിടിച്ചു പറിക്കപ്പെട്ട വസ്ത്രത്തിൽ നിസ്കരിച്ചാലുള്ള ഹുക്മ പറഞ്ഞിടത്ത് നാം പറഞ്ഞ ന്യായങ്ങൾ തന്നെയാണ് ഇവിടെയും അതിന് പറയാനുള്ളത്. വഹുവ ആസിമുൻ ലിർതികാബി മാ നഹല്ലാഹു അസ്സ വജല്ല അൻഹു, എന്നാൽ അല്ലാഹ് ഹറാമാക്കിയ കാര്യം ചെയ്തതിനുള്ള കുറ്റം അവന് ഉണ്ടാവുകയും ചെയ്യും. ഇതിനർത്ഥം സ്വർണ്ണിട്ട് നിസ്കരിക്കാന്നല്ല, അതിന് കുറ്റം കിട്ടും. പക്ഷെ സ്വർണം ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാകുമോ എന്ന് ചോദിച്ചാൽ നിസ്കാരം സ്വഹിയാകും. അതുകൊണ്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കാൻ പറയേണ്ട ആവശ്യം ഇല്ല. നിസ്കാരം സ്വഹിയാണ്, എന്നാൽ ചെയ്തത് ഹറാമാണ്, അതിന് കുറ്റം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ യുബാഹുദിൻ നിസാ, സ്ത്രീകൾക്ക് അനുവദനീയമാണ് ലബ്സുൽ ദഹബി വൽ ഹരീർ, പട്ടും സ്വർണ്ണവുമൊക്കെ ധരിക്കൽ സ്ത്രീകൾക്ക് ഹലാലാണ്. ഫി സ്വലാത്തി വഗൈരിഹാ, നിസ്കാരത്തിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ സ്ത്രീകൾക്ക് സ്വർണവും പറ്റും പട്ടുവസ്ത്രവും പറ്റും. വഹാദാ മുജ്മഉൻ അലൈഹി, ഇതിലും ഇജ്മാ ഉണ്ട്. ബൈന ആമ്മത്തി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ പൊതുവായ ആളുകൾക്കിടയിൽ ഇത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. ഒറ്റപ്പെട്ട പണ്ഡിതന്മാർക്ക് അവിടെയും അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്നാൽ അത് പരിഗണിക്കാൻ മാത്രമുള്ള ഒരു ഖിലാഫല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ലി ഹദീസ് അലി അസ്സാബിഖ്, നേരത്തെ പറഞ്ഞ അലി നബി ത്വാലിബ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇത് പുരുഷന്മാർക്ക് ഹറാമാണ് സ്ത്രീകൾക്ക് ഹലാലാണ് എന്ന് പറഞ്ഞ ഹദീസ് നേരത്തെ പഠിച്ചുപോയി. ആ ഹദീസാണ് തെളിവ്. വലി അദില്ലത്തിൻ ഉഖ്റാ കസീറ, മറ്റൊട്ടനവധി തെളിവുകൾ സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കത് ഹലാലാകുന്നു. ഇനി മറ്റൊരു മസ്അല, ചിത്രങ്ങളുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമോ എന്നാണ്. ചിത്രങ്ങൾ, വസ്ത്രത്തിലുള്ള ചിത്രങ്ങൾ, ജീവിയുടെ ചിത്രങ്ങൾ അല്ലാത്ത ചിത്രങ്ങൾക്കുള്ള ആ വസ്ത്രം ധരിക്കാൻ പറ്റുമോ, അത് ധരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ, അതാണ് ഇനിയുള്ള മസ്അല. അപ്പം അവിടുത്തെ മറക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനത്തെ വസ്ത്രം ഉടുത്ത് നിസ്കരിച്ചു, ഇങ്ങനെ അവിടുത്തെ മറട്ടുണ്ടാകുമോ? ഉണ്ടാകും. ഇപ്പം സാധാരണ ഈ കളിക്കാരുടെ ഫോട്ടോ ഉള്ള പിന്നെ കുപ്പായൊക്കെ കുട്ടികൾ ഇടുമല്ലോ, അപ്പം അതൊക്കെ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിന് വിധി എന്താണ്? യഹ്റുമു അല ദുകൂരി വൽ ഇനാസ് ലബ്സു മാ ഫീഹി സൂറത്തു ശൈഇൻ ഫീഹി റൂഹുൻ ഫി സ്വലാത്തി വഗൈരിഹാ. യഹ്റുമു അല ദുകൂരി വൽ ഇനാസ്, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ഹറാമാണ്. ലബ്സു മാ ഫീഹി സൂറത്തു ശൈഇൻ ഫീഹി റൂഹുൻ, ജീവനുള്ള വല്ലതിൻ്റെയും ചിത്രമുള്ളത് ധരിക്കൽ ഹറാമാണ്. ഫി സ്വലാത്തി വഗൈരിഹാ,
നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണ്. ഇപ്പം ജീവികളുടെ ഫോട്ടോയുള്ള ജീവികളുടെ ചിത്രമുള്ള വസ്ത്രം ധരിക്കൽ ഹറാമാകുന്നു. ധാരാളം ഹദീസുകളിൽ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട വിലക്ക് വന്നിട്ടുണ്ട്. അതാണതിന് തെളിവ്. അതുകൊണ്ട് അത്തരം മൃഗങ്ങളുടെ ഫോട്ടോ, മനുഷ്യന്മാരുടെ ഫോട്ടോ, ജീവനുള്ളവരുടെ ഫോട്ടോ അതൊക്കെ ധരിക്കൽ അത് സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ പാടില്ല. ധാരാളം ഹദീസുകൾ അവിഷയമായി വന്നിട്ടുണ്ട്. മിൻഹ, ആ ഹദീസിൽ പെട്ടതാണ്. ഒരുപാട് ഹദീസുണ്ട്, ചിലത് മാത്രം എടുത്തു കൊടുക്കുന്നു. മറവാഹുൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ നളർ ഇബ്നു അനസ് ഇബ്നു മാലിക് ഖാൽ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്. നളർ ഇബ്നു അനസ് ഇബ്നു മാലിക് പറയുന്നു, ഖാല കുന്തു ഇൻദ ഇബ്നു അബ്ബാസിൻ, ഞാൻ ഇബ്നു അബ്ബാസിന്റെ അടുത്തായിരുന്നു. വഹും യസ്അലൂനഹു, അവർ ഇബ്നു അബ്ബാസിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിന്റെ സമീപത്തുണ്ട്. അനസ് അള്ളാഹിന്റെ മകനാണ് നളർ ഇബ്നു അനസ്, സ്വഹാബി അല്ല, താബിഴിയാണ്. അദ്ദേഹം പറയാണ്, അവർ ഇബ്നു അബ്ബാസിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിന്റെ സമീപത്ത് ഉണ്ട്. വലാ യദ്കുർ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബിയെ പരാമർശിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി എങ്ങനെ നൽകുന്നുണ്ട്. ആ മറുപടിയിലൊന്നും നബി പറഞ്ഞു എന്നോ അല്ലെങ്കിൽ നബി എന്ന് ഉദ്ധരിച്ചുകൊണ്ടോ ഇബ്നു അബ്ബാസ് അവിടെ പറയുന്നില്ല. ഹത്താ സുഇല, അങ്ങനെ അവസാനം ഈ ചിത്രങ്ങളെപ്പറ്റി ചോദിക്കപ്പെട്ടു. ഫഖാൽ, അപ്പം അദ്ദേഹം പറഞ്ഞു, സമീഅ്തു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. എന്ത്? മൻ സവ്വറ സൂറത്തൻ ഫിദ്ദുനിയാ, ദുനിയാവിൽ ആരെങ്കിലും ഒരു ചിത്രമുണ്ടാക്കിയാൽ കുല്ലിഫ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അവൻ കീർത്തിക്കപ്പെടും. അയ്യംഫുഖ ഫീഹ റൂഹ, അതിൽ ജീവൻ ഊതാൻ വേണ്ടി അവൻ നിർബന്ധിക്കപ്പെടും. വലൈസ ബിനാഫിഖിൻ, അവനാവട്ടെ ജീവൻ ഊതാൻ കഴിയുകയുമില്ല എന്ന ഹദീസ്. വമാ റവാഹുൽ ബുഖാരി മുസ്ലിം അൻ ആയിഷത ഖാലത്ത്, മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഖാലത്ത്, അവർ പറഞ്ഞു, ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. വഅന മുതസത്തിറത്തുൻ ബിഖിറാമിൻ ഫീഹി സൂറത്തുൻ, ഞാനൊരു വിരിപ്പ് കൊണ്ടിങ്ങനെ മറച്ചിട്ടുണ്ട്. ആ വിരിപ്പിലാവട്ടെ രൂപങ്ങളുണ്ട്, ചിത്രങ്ങളുള്ള ഒരു വിരിപ്പ്. ആ വിരിപ്പ് ഇങ്ങനെ റൂമിനെ മറയായി ഞാൻ ഇട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് നബി തങ്ങൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ഫതലവ്വന വജ്ഹുഹു, നബിയുടെ മുഖത്തിന് നിറം മാറ്റമുണ്ടായി. തലവ്വന, ലൗന് മാറി, നബിയുടെ മുഖത്തിന് ഭാവമാറ്റം, നിറം മാറ്റമുണ്ടായി. സുമ്മ തനാവല സിത്ര ഫഹതകഹു, നബി തങ്ങൾ ആ വിരിപ്പെടുത്തിട്ട് അതങ്ങ് ഹത്തക്കാലം ശരിക്കും നശിപ്പിച്ചതാണ്, അതിനെ പിച്ചി ചീന്തിയെന്നർത്ഥം. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിൻ നാസി അദാബൻ യൗമൽ ഖിയാമ അല്ലദീന യുശ്ബിഹൂന ബിഖൽഖില്ലാഹ്, ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യപ്പെടുന്നവരാകുന്നു. അള്ളാഹ് പടച്ചതിനോട് തുല്യപ്പെട്ടുകൊണ്ട് അതേപോലെ വലിച്ചുണ്ടാക്കുന്ന ആളുകൾ അവരാണ് നാളെ അന്ത്യനാളിൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഹദീസുകൾ, ധാരാളം ഹദീസുണ്ട് എന്ന് പറഞ്ഞതിൽ പെട്ട രണ്ട് ഹദീസുകളാണ്. ഇനിയും ഒരുപാട് ഹദീസ് ഈ വിഷയമായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഹദീസ് എല്ലാം തെളിവായി സ്വീകരിച്ചുകൊണ്ട് അത്തരം വസ്ത്രങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ ധരിക്കാവതല്ല. വലികൗനി തസ്വീരി മിൻ കബാഇരി ദുനൂബ്, മാത്രവുമല്ല ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽ പെട്ടതുമാണ്. ബൽ മിൻ അശദ്ദിഹാ ഹുർമതൻ ബഅദ ശിർകി വൽ കുഫർ, ശിർക്കും കുഫറും കഴിഞ്ഞാൽ ഏറ്റവും കഠിനമായ ഹറാമായതിൽ പെട്ടതാണ് ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നത്. ഫഇന്ന നഹ്യ അൻഹു യൂജിബു ഇത്ലാഫ സൂറ, ആ വിലക്ക്, ചിത്രങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ ആ നഹി, ആ വിരോധം അത്തരം ചിത്രങ്ങൾ നശിപ്പിക്കണമെന്ന് കൂടി നിർബന്ധമാക്കുന്നുണ്ട്. വയഹ്റമു ഇസ്തിഅമാലുഹാ, അത് ഉപയോഗിക്കലാവട്ടെ ഹറാമാണ് താനും. അപ്പോൾ അവിടെ രണ്ട് വിഷയം, ഒന്ന് ചിത്രം വരയ്ക്കൽ, മറ്റൊന്ന് വരച്ച ചിത്രം ഉപയോഗിക്കൽ. ഇവിടെ ഇപ്പോൾ ആയിഷ ബീവി ചിത്രം വരച്ചിട്ടില്ല, ഒരു മറ ഇവിടെ മറച്ചതാണ്. അവർ വരച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം വരയ്ക്കൽ ഒന്ന്, വരച്ചതിന് ഉപയോഗിക്കൽ മറ്റൊന്ന്, രണ്ടും പാടില്ല എന്നാണ് ഇവിടുന്ന് മനസ്സിലായത്. എന്നാൽ വൈദാ കാനത്ത് സൂറത്തു മൻകൂശത്തൻ,
ഔ മുജസ്സമതൻ ഫതഹരീമുഹ അശദ്. എന്നാൽ ആ ചിത്രം കൊത്തിയുണ്ടാക്കപ്പെട്ടതാണെങ്കിൽ, ഔ മുജസ്സമതൻ അല്ലെങ്കിൽ ശരീരമായിട്ടുള്ളതാണ് എങ്കിൽ ഫതഹരീമുഹ അശദ്ദു, അതിന് ഹറാമിയത്ത് കുറച്ചുകൂടെ കഠിനമായി മാറും. വഖദ് ഹുക്കിയ ഇജ്മാഉ അഹ്ലിൽ ഇൽമി അലാ തഹരീമിൽ മുജസ്സം. ജിസ്മുള്ള രൂപമുള്ള ഒരു ചിത്രമുണ്ടാക്കുക, ഒരു പ്രതിമ പോലെ ഉണ്ടാക്കുന്നത് ഹറാമാണെന്ന കാര്യത്തിൽ ഇജ്മാഅ് വരെ ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് തലത്തിൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ജീവികളുടെ രൂപങ്ങൾ കളിമണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മരങ്ങൾ കൊണ്ട് ഇരുമ്പ് കൊണ്ട് പിന്നെ കല്ലുകൾ കൊണ്ടൊക്കെ പ്രതിമകളെപ്പോലെ രൂപങ്ങളായി തന്നെ കൊത്തിയുണ്ടാക്കി എന്നും നിലനിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ തൽക്കാലം ഉപയോഗിക്കാത്തതല്ല, അതിങ്ങനെ എന്നും അതേപടി നിലനിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ കല്ലിൽ കൊത്തിയുണ്ടാക്കുക, മരത്തിൽ കൊത്തിയുണ്ടാക്കുക, ഇനി തുണിയിലാണെങ്കിലും ആ നിലയ്ക്ക് പ്രത്യേകമായ ചില പിന്നെ കേവലം പെയിൻറ്റിങ് അല്ലാതെ അതിൽ തന്നെ ചില എടുത്തു കാണിക്കുന്ന ചിത്രങ്ങളെപ്പോലെയൊക്കെയുള്ള രൂപത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുക. ഈ വക അത് പണ്ഡിതന്മാർ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത് നിഴലുണ്ടാവുക നിഴലില്ലാതിരിക്കുക ഒരു ഖിലാഫ് പറഞ്ഞവരുണ്ട്. ചിലർ ആ ഖിലാഫും പരിഗണനീയമല്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് ആ ചിത്രത്തിന് നിഴലുണ്ടോ ഇല്ലേ. ഇപ്പോൾ സാധാരണ നമ്മളെ ഫോട്ടോ അത് നിഴലില്ലല്ലോ. ഇപ്പം നമ്മളെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോക്ക് നിഴലില്ല, അല്ലാത്തൊക്കെ അതിനുണ്ട്. അപ്പം നിഴലില്ലെങ്കിൽ ഇളവുണ്ടോ എന്ന ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ആധുനിക കാലത്തൊക്കെ അനുവാദമുണ്ട് എന്ന് പറഞ്ഞവർ ഈ ഫോട്ടോകൾക്ക്, ഫോട്ടോഗ്രാഫി ക്യാമറ കൊണ്ടൊക്കെയുള്ള ഫോട്ടോകൾക്ക് ഇന്നത്തെ ചില പണ്ഡിതന്മാരൊക്കെ ഇളവ് നൽകിയത് കാണാൻ പറ്റും. അത് ഈ ഒരു തലത്തിലാണ്. നിഴലില്ല എന്നതുകൊണ്ട് അവർ മറ്റേ ഗൗരവം ഇതിനില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം 3 രൂപത്തിലാണ്. ഒന്ന്, നിഴലുണ്ട്, ജീവനുണ്ട്, അത് സ്ഥിരം പ്രതിമയെപ്പോലെ കൊത്തിയുണ്ടാക്കി വെക്കപ്പെട്ടതാണ് എങ്കിൽ അത് പാടില്ല എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇജ്മാഅ് വരെ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഒരു മനുഷ്യ പ്രതിമ, മൃഗത്തിൻ്റെ പ്രതിമ, അത് ഒരു കല്ലുകൊണ്ട് നല്ല പ്രതിമയാക്കി ഉണ്ടാക്കി, അതിൽ നല്ല മരത്തിൽ ഇങ്ങനെ കൊത്തി ഒരു പ്രതിമയെ പോലെ ഉണ്ടാക്കി വെച്ചു, ഗ്ലാസ് കൊണ്ടുണ്ടാക്കി, ഇങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള തരത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഏതായിരുന്നാലും പാടില്ല. 2, ജീവനില്ലാത്തതിൻ്റെതാണെങ്കിൽ മരങ്ങൾ, അതേപോലെ സൂര്യനെ ചന്ദ്രനെ തുടങ്ങിയ ജീവനൊന്നുമില്ലാത്ത വസ്തുക്കളുടേതാണ് എങ്കിൽ അതിന് ഹറാമില്ല. അത് ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട. ഇത് രണ്ടും വ്യക്തമാണ്. ഒന്ന്, ജീവനുണ്ട്, നിഴലുമുണ്ട്, അത്തരം പ്രതിമകളെപ്പോലെയുള്ള ചിത്രങ്ങൾ, പ്രതിമകൾ, രൂപങ്ങൾ, അത് ഏതായിരുന്നാലും അത് കഠിനമായ ഹറാമാണ്. 2, ജീവനില്ലാത്തവയുടെ കേവലമായ ചിത്രങ്ങൾ വരക്കലൊക്കെ അത് ഏതായാലും അനുവദനീയമായ കാര്യവുമാണ്. ഇത് രണ്ടിനും ഇടയിലുള്ളത് ജീവനുണ്ട് എന്നൊരു പ്രതിമയല്ല എങ്കിൽ അതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. അത് എല്ലാം ഒരേ രൂപത്തിലാവില്ല. അതിൽ തന്നെ സ്ഥായിയായി നിൽക്കുന്നതാണെങ്കിൽ പാടില്ല. അതിനാണ് വലിയ കട്ടൗട്ടുകൾ അങ്ങനെ ചിലപ്പോൾ വരച്ചതിനായിരിക്കും, ചിലപ്പോൾ അതിന് നേരുന്നുണ്ടായിക്കോളുന്നില്ല, ഫ്ലക്സ് പ്രിൻറ്റിംഗ് ആണ്, പക്ഷെ കട്ടൗട്ടായിട്ട് ഇങ്ങനെ സ്ഥാപിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നല്ല ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥിരമായി ഫ്രെയിം ചെയ്ത് ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ, അതൊന്നും ഏതായിരുന്നാലും പാടില്ല. എന്നാൽ താൽക്കാലികമായി ഉപയോഗിക്കുന്നതും ആദരിക്കപ്പെടാത്തതും അതൊരു പക്ഷേ പിന്നെ അനാദരിക്കപ്പെടുന്നതും ആ നിലയ്ക്ക് അതിനെ പിന്നെ അവഗണിച്ചു വിടുന്നൊക്കെയാണെങ്കിൽ അതിൽ ഇളവുണ്ടോ ഇല്ലേ എന്ന ഒരു വീക്ഷണ വ്യത്യാസം മാത്രമാണ് പണ്ഡിതന്മാർക്ക്. ഇപ്പോൾ പത്രത്തിൽ വരുന്ന ഫോട്ടോകൾ പത്രത്തിൽ വന്നു, സാധാരണഗതിയിൽ അതിപ്പോൾ അന്നത്തെ പത്രം അന്ന് ഉച്ചയാകുമ്പോഴേക്കാൻ അതിന് ടൈമേഷൻ കഴിഞ്ഞു. അത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊതിയാനോ അല്ലെങ്കിൽ തൽക്കാലമായിട്ട് തുറക്കാനോ ഒക്കെ ഉപയോഗിക്കും. അതിന് ഫോട്ടോ നിൽക്കുമ്പോൾ അങ്ങനെ എടുത്തു വെക്കലില്ല. അത് മേശം ചായ പോയാൽ ആ പത്രം അത് തുറക്കും, അല്ലെങ്കിൽ കുട്ടികളെ പുസ്തകം പുതിയ ഉപയോഗിക്കും. ഇങ്ങനെ അതൊരു പരിഗണിക്കപ്പെട്ടുകൊണ്ട് എവിടെയും എടുത്തു വെക്കലില്ല. കുട്ടികളെ പാഠപുസ്തകത്തിലുള്ള ചിത്രങ്ങൾ, ഇതിലൊക്കെ ആ നിലക്ക് ഒരു പൊതുവെ ഒരു പരിഗണിക്കപ്പെടാത്ത, അതിൽ അവഗണിച്ച് തള്ളുന്ന രൂപത്തിലുള്ളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ കുട്ടികളെ ഈ കളിക്കുപയോഗിക്കുന്ന പല ചിത്രങ്ങളൊക്കെ ഉണ്ടാവും, ഈ വരക്കാനുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും, കളർ കൊടുക്കാൻ, വരക്കാൻ, അതൊക്കെ വെച്ചാൽ അത് വരച്ചു കഴിഞ്ഞാൽ ചീന്നിപ്പറിച്ച് അതൊന്ന് ഒഴിവാക്കിയിടും. അതെ, ഒക്കെ നീ വരും. അപ്പം ഇങ്ങനെ ആദരിക്കപ്പെടുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ ഏതായാലും പറ്റൂല. അതും ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റൂല, ഷോ കേസിൽ വെക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെയുള്ള വാപ്പാൻ്റെ ഫോട്ടോ, വല്യപ്പാൻ്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ വീട്ടിന് മുമ്പ് തന്നെ ഫ്രെയിം ചെയ്ത് വെക്കുക, അതൊന്നും ഏതായിരുന്നാലും പാടില്ല. അതൊന്നുമല്ലാതെ അനാദരിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന രൂപത്തിലുള്ള ചില ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ഇളവുണ്ടോ ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അതിലും ഇളവില്ല. കാരണം ഹദീസിൽ വന്ന ഈ പ്രയോഗങ്ങൾ പൊതുവായി പരിഗണിക്കുമ്പോൾ അതൊന്നും ഇളവ് പറയാൻ
ഒരു നിർവാഹമില്ല എന്നാണ് അവരതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അതല്ല, ഈ ഹദീസ് വന്നൊന്നും ഇതിനെക്കുറിച്ചല്ല, അതൊക്കെ അല്ലാത്ത രൂപത്തിലുള്ള തസ്വീർ, ചിത്രപ്പണികൾ എന്ന് പറയുന്ന അതിനെക്കുറിച്ചുള്ളതാണ് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ അതിൽ അനുവാദമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അതിൽ തന്നെ ഒരു പക്ഷേ നമുക്ക് നിർവാഹമില്ലാത്തത്, അതാണ് ഇപ്പോൾ നോട്ടുമുള്ളതൊക്കെ നിർവാഹമില്ലാത്തത്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നോട്ടുമ്പോൾ എന്തായാലും രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ ഉണ്ടാകും, അല്ലെങ്കിൽ ഏത് രാജ്യത്തുള്ള ഭരണാധികാരിയുടെ ഫോട്ടോ ഉണ്ടാകും. അതുപോലെ നമുക്കിത് വേണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ അടുത്തൊക്കെ അതേപോലെ പാസ്പോർട്ടിൽ ഫോട്ടോ ഉണ്ട്, ലൈസൻസിൽ ഫോട്ടോ ഉണ്ട്, ഐഡൻറ്റിറ്റി കാർഡിൽ ഫോട്ടോ ഉണ്ട്. അതിപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എൻ്റെ ഐഡൻറ്റി കാർഡിൽ ഞാൻ ഫോട്ടോ വെക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതും രാജ്യത്തെ നിയമങ്ങളാണ്. അത്തരം ഘട്ടങ്ങളിൽ അവിടേക്ക് അവന് അതിന് ഇളവ് നൽകപ്പെടും എന്ന് അത്തരം പണ്ഡിതന്മാരൊക്കെ ചൂണ്ടിക്കാണിക്കും. എന്താണെങ്കിലും ഫോട്ടോകളുടെ വിഷയത്തിൽ പൊതുവെ സൂക്ഷ്മത എന്നുള്ളത് ഏറ്റവും അനിവാര്യം തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞാൽ പോലും അവിടേക്ക് സൂക്ഷ്മത, വെറുതെ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കുക, അതിങ്ങനെ പ്രൊഫൈലാക്കി വെക്കുക, നമ്മൾ നടക്കണത് ഇരിക്കണത് ഇതൊക്കെ ഇങ്ങനെ 4 ഭാഗത്തുനിന്ന് ഫോട്ടോ എടുത്താൽ ഇങ്ങനെ പ്രൊഫൈലാക്കി അത് വ്യാപകമായി ഷെയർ ചെയ്ത്, അത് നല്ല ശീലം ഏതായിരുന്നാലും അല്ല. ഇനിയിപ്പോൾ ന്യായമില്ല, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ രൂപമല്ല, അതൊക്കെ വന്നാൽ പോലും ഒറ്റ ക്ലിക്ക് കിട്ടുന്ന ഫോട്ടോ ആണ്. എന്നാൽ പോലും അതിങ്ങനെ വ്യാപകമായി ഉപയോഗിക്കലും യഥേഷ്ടം എടുക്കലും അതൊന്നും അത്ര നല്ല പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്നൊരു കാര്യം ഏതായിരുന്നാലും അല്ല. ഒരു സൂക്ഷ്മത അവിടേക്ക് നമുക്ക് ആവശ്യമുണ്ട്. വല്ലാഹു അഅലം. അപ്പം ഇത്തരം വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കൽ അത് ഏതായിരുന്നാലും പറ്റൂല. നിസ്കാരത്തിലോ അല്ലാത്തപ്പോഴാവട്ടെ അത്തരം വസ്ത്രങ്ങൾ ധരിക്കാവതല്ല. ചിത്രങ്ങളുള്ള, രൂപമുള്ള, ജീവനുള്ള വസ്തുക്കളുടെ രൂപമുള്ള വസ്ത്രങ്ങൾ, നല്ല മൃഗങ്ങളുടെ ഫോട്ടോ, പക്ഷികളുടെ ഫോട്ടോ, മനുഷ്യന്മാരുടെ ഫോട്ടോ, ഇതൊക്കെയുള്ള വസ്ത്രം ധരിക്കൽ നിസ്കാരത്തിലും പറ്റൂല, അല്ലാത്തപ്പോഴും പറ്റുകയില്ല. അതെ, അതും ഹദീസ് ഇപ്പം ധാരാളം ഹദീസ് ഉണ്ടെന്നാൽ അതിൽപ്പെട്ട ഹദീസാണതൊക്കെ. ഫോട്ടോ ഉള്ള വീട്ടിൽ മലക്കൾ പ്രവേശിക്കുകയില്ല. അതായത് റഹ്മത്തിൻ്റെ മലക്കളാണ് ഉദ്ദേശം. അവിടെ വെച്ചാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഫോട്ടോ എടുക്കുന്നതൊന്ന്, എടുത്ത ഫോട്ടോ ഉപയോഗിക്കുന്ന മറ്റൊന്ന്. അപ്പോൾ ഇതിങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചാണോ പറ്റില്ല. അപ്പോൾ പേപ്പറിൽ നല്ലൊരു ഫോട്ടോ വന്നു, ഒരു പേപ്പറിൽ ഫസ്റ്റ് പേജിൽ നല്ലൊരു ഫോട്ടോ വന്നു, അത് നമ്മൾ വെട്ടിയെടുത്ത് അതിങ്ങനെ ഉഷാറാക്കി അവിടെ ഇങ്ങനെ എടുത്ത് പ്രദർശിപ്പിക്കാൻ പറ്റിക്കൊണ്ട് വെച്ചു, അത് പറ്റില്ല. പേപ്പറിലെ ഫോട്ടോ അല്ല. അപ്പോൾ ഞാൻ എന്താ കാട്ടി വെച്ചാൽ ഈ കാട്ടിയത് പാടില്ല. എന്നാൽ പേപ്പറിൽ വന്നു ഈ പറഞ്ഞ പോലെ അത് വായിച്ചു നമ്മൾ മടക്കി വെക്കുന്നു, പ്രശ്നമൊന്നുമില്ല. നമ്മൾ പത്രം വായിച്ചു, ആ വായന കഴിഞ്ഞു, അത് മടക്കി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഷോക്കേസിൽ അവിടെ അട്ടിക്ക് വെക്കും, അല്ലെങ്കിൽ തൂക്കി വെക്കും, അല്ലെങ്കിൽ മറ്റു വർഷം ഉപയോഗിക്കും, എങ്കിൽ അതിന് വിരോധമൊന്നും ഇല്ല. അതാണ് ഇവിടെ അവസാനം പറഞ്ഞ മങ്കൂഷ എന്നാല് നെക്കസ്, കൊത്തി ഉണ്ടാക്കപ്പെട്ടത്, ജിസ്മുള്ളത്, ശരീരം, അതായത് നേരിലുള്ള തരം ചിത്രങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഫതഹരീമുഹ അശദ്ദു, അതിന് ഹറാമ് എന്നുള്ളത് കൂടുതൽ ശക്തമായ ഹറാമാകുന്നു. അപ്പോൾ മറ്റേ ഹറാമല്ല എന്നല്ല, മറ്റേ ഹറാം തന്നെയാണ്, ഇത് കൂടുതൽ കർശനമായ ഹറാമാകുന്നു എന്നല്ല. വഖദ് ഹുകിയ ഇജ്മാഉ അഹ്ലിൽ ഇൽമി അലാ തഹ്രീമിൽ മുജസ്സം, ജിസ്മുള്ള, രൂപമുള്ള, ശരീരമുള്ള ഫോട്ടോകളാണെങ്കിൽ, ചിത്രങ്ങളാണെങ്കിൽ അത് ഹറാമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. താഴെ വിശദമായ ചർച്ചയിലുണ്ട്. പിന്നെ അതിൽ കളിപ്പാട്ടങ്ങൾക്ക് ഇളവുണ്ടോ എന്ന ചർച്ചയിൽ വരുന്നുണ്ട്. അത് ആയിഷ ബീവിയുടെ കളിപ്പാട്ടങ്ങളിൽ ചിറകുള്ള കുതിരയുണ്ടായിരുന്നു എന്ന സംഭവമുണ്ട്. ആയിഷ ബീവി കളിക്കോപ്പുകൾ ചിറകുള്ളൊരു കുതിര അവർക്ക് കോപ്പായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കളിക്കോപ്പുകൾക്ക് ഇളവുണ്ട് എന്ന് പൊതുവേ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. കാരണം അത് ഈ പറഞ്ഞ പോലെ അത് ആദരിക്കപ്പെടുന്നില്ല, ഒന്നുമില്ല. അത് കുട്ടികൾ ചവിട്ടും, അവൾക്ക് വലിച്ചളി നിലത്തിടും, ഏത് ചളിയിലും എറിയും, ചപ്പതിന് മേലെ മൂത്രയിക്കും. അതിന് ഒരു വിലയും ഒരു ഫോട്ടോ എന്ന രൂപത്തിൽ അതിന് കൽപ്പിക്കപ്പെടുന്നില്ല. അതന്നെ കളിക്കോപ്പ് പറ്റുന്നിട്ട് ഷോക്കേസ് കൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാലും പാവക്കുട്ടിനെ വാങ്ങി അതിങ്ങനെ ഷോക്കേസിൽ വെക്കുക, അതേതായാലും പറ്റൂല. അല്ലാഹു അഅലം. താഴെ നമ്പർ 2 വിശദമായ ചർച്ചകളാണത്. നൈതില്ലാത്ത ചിത്രങ്ങൾ പറ്റുമെന്ന് തെളിവായി പിടിച്ചവരുണ്ട്. അതോടൊപ്പം വഹിയ മഅദാലിക മിമ്മാ യൂതഉ വയുദാസു അയുംതഹനു ബിൽ ഇസ്തിഅമാൽ. കണ്ടോ, നൈതില്ലാത്തതാകണം, അതോടൊപ്പം ചവിട്ടപ്പെടുന്നു, അതേപോലെ അത് പിന്നെ അവഗണിക്കപ്പെടുന്നു, ആ നിലക്കുകളാവുകയും വേണം. എങ്കിലാണ് ഈ പറഞ്ഞത്. വഹുവ ഖൗലു ജുംഹൂരിൽ ഉലമാ മിന സ്വഹാബത്തി വത്താബിഈൻ, സ്വഹാബിയും താബികളും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അതാണ്. വഹുവ ഖൗലു സൗരി വമാലിക് വഅബി ഹനീഫ വശാഫിഈ, ഇമാം സൗരി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ അവർക്ക് പറഞ്ഞ അഭിപ്രായം അതാണ്. വലാ ഫർഖ ഫീ ദാലിക
ബൈനമാലഹു ദില്ലുൻ വമാലാ ദില്ല ലഹു, ഉള്ള നൈലില്ലാത്ത എന്ന വ്യത്യാസമൊന്നും അതില്ല. എന്നാൽ ഫൈൻകാല മുഅല്ലഖൻ അലാ ഹായിത്തിൻ, ഒരു ചുമരിൽ ഇങ്ങനെ തൂക്കിയിട്ടതാണെങ്കിൽ, ഔ മൽബൂസൻ അത് ധരിക്കുന്നതാണെങ്കിൽ, ഔ അമാമ തലപ്പാവാണെങ്കിൽ, ഔ നഹ്വി ദാലിക അതുപോലെ മിമ്മാ ലാ യുഅദ്ദു മുംതഹനൻ ഫഹുവ ഹറാം, അവഗണിക്കപ്പെടുന്നതായി കണക്കൂട്ടാൻ പറ്റാത്തത്. ഒരു നല്ല ചുമരുമ വരച്ച ചിത്രം, അത് നല്ലൊരു കട്ടൻമള ചിത്രം, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലുള്ള ചിത്രം, നല്ല തൊപ്പിമ നല്ലൊരു ഫോട്ടോ, ഇതൊക്കെ ആണെങ്കിൽ അത് ഹറാമ് തന്നെയാകുന്നു. അതേതായാലും പാടില്ല. അതിൽ അഭിപ്രായവ്യത്യാസം പറയത്തക്കതൊന്നും ഇല്ല. അല്ലാഹു അഅലം. ഇനി മറ്റൊരു മസ്അല 1444 യഹ്റും അല ദുകൂരി വൽ ഇനാസ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹറാമാണ് ലബ്സു മാ റുസിമ അലൈഹി സ്വലീബുൻ, കുരിശ് വരക്കപ്പെട്ട വസ്ത്രം ധരിക്കുക, ഫി സ്വലാത്തി വഗൈരിഹാ, നിസ്കാരത്തിലും പാടില്ല അല്ലാത്തപ്പോഴും പാടില്ല. കുരിശ് ഇങ്ങനെ വരച്ച ഒരു വസ്ത്രം, അല്ലെ ആ വരയ്ക്കുള്ള മറ്റു കുരിശ് മാത്രമല്ല ബഹുദൈവ ആരാധനയുടെ ചിഹ്നമായി കാണപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അത് ധരിച്ചുകൊണ്ട് ഉള്ള വസ്ത്രം, അതുള്ള വസ്ത്രം അത് ധരിക്കൽ പാടില്ല. ലിമാ ഫീ ദാലിക മിൻ തഅലീമി ശിആരിൻ നസ്വാറ, എന്തുകൊണ്ട് കുരിശ് പാടില്ല വെച്ചാൽ ക്രിസ്ത്യാനികളുടെ മതചിഹ്നത്തെ ബഹുമാനിക്കുക എന്നത് അതുവഴി വരുന്നു. അല്ലദീ യർമുസു ഇലാ അഖീദത്തിഹിം അൽ കുഫ്രിയ്യ, അവരെ കുഫറായ അഖീദയാണ് സൂചിപ്പിക്കുന്നത്. കുരിശ് യഥാർത്ഥത്തിൽ അവിടെ അഖീദയുടെ ഒരു സിംബലാണ്, ഒരു പ്രതീകമാണ്. അത്തരം സംഗതികളെ ഉപയോഗിക്കാവതല്ല. വലിമാ റവൽ ബുഖാരിയു അൻ ഇമ്രാൻ ബിൻ ഹത്വാൻ അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഹദ്ദസതഹു, ആയിഷ റളിയല്ലാഹു പറഞ്ഞു വന്ന ഇമ്രാൻ പറഞ്ഞ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യത്റുകു ഫീ ബൈതിഹി ശൈഅൻ ഫീഹി തസ്വാലീബു ഇല്ലാ നഖല, കുരിശിന്റെ രൂപങ്ങളുള്ള ഒരു വസ്തുവും നബി തങ്ങൾ വീട്ടിൽ അവശേഷിക്കാൻ അനുവദിക്കുമായിരുന്നില്ല, ഇല്ലാ നഖലഹു അതെല്ലാം തകർത്തിട്ടല്ലാതെ എന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുമാണ് അതിന് തെളിവ്. ഇനി മറ്റൊന്ന് യഹ്റുമു അലൽ ദുകൂരി വൽ ഇനാസ് ലബ്സു മാ ഫീ ലബ്സിഹി തശബ്ബുഹും ബിൽ കുഫാർ, അവിശ്വാസികളോട് സാദൃശ്യപ്പെടുന്ന ഏത് വേഷവും ആണാവട്ടെ പെണ്ണാവട്ടെ ധരിക്കൽ ഹറാമാകുന്നു. ഫി സ്വലാത്തി വഗൈരിഹാ, നിസ്കാരത്തിലും അല്ലാത്ത അവരുടെ മതചിഹ്നമായി ഉപയോഗിച്ചത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ പാൻ്റ് ഇടുന്നത്, ഇവിടെ എല്ലാവരും പാൻ്റ് ഇടുന്നു, അത് ജാതി മതം നോക്കിയിട്ടുള്ള പാൻ്റല്ല. കുപ്പായം ധരിക്കുന്നു, അതല്ല, അത് പാടില്ല എന്നല്ല. അവരുടെ മതത്തിൻ്റെ ചിഹ്നമായി സ്വീകരിക്കപ്പെടുന്നവ എന്താണെങ്കിലും ഏത് മതത്തിൻ്റെ ആണെങ്കിലും അത്തരം ചിഹ്നങ്ങൾ നമുക്ക് സ്വീകരിക്കാവതല്ല. ലിന്നുസൂസിൽ കസീറത്തിൽ വാരിദ ഫിന്നഹി അൻ തശബ്ബുഹി ബിഹിം, അവരുമായി സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന് വിലക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതാണ് അതിനുള്ള തെളിവ്. അപ്പോൾ അവരുടെ പ്രത്യേകമായ ചിഹ്നമായി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളോ പ്രത്യേകമായ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും വസ്തുക്കളോ അതൊന്നും നമുക്ക് ഉപയോഗിക്കാവതല്ല. ഇനി മറ്റൊന്ന് യഹ്റുമു അലൽ ദുകൂരി വൽ ഇനാസ്, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഹറാമാണ് ലബ്സു മാ ഫീഹി തശബ്ബുഹുൻ മിൻ അഹദിൽ ജിൻസൈനി ബിൽ ആഖർ, ഒരു വിഭാഗം പുരുഷൻ മറുവിഭാഗത്തോട് സാദൃശ്യപ്പെടുന്ന വസ്ത്രം, അതായത് പെണ്ണിൻ്റെ വസ്ത്രം പുരുഷൻ ധരിക്കുക, പുരുഷൻ്റെ വസ്ത്രം പെണ്ണും ധരിക്കുക, അതും ഹറാമാണ്. ഇന്നിപ്പോൾ അതൊന്നും പറയാൻ തന്നെ പറ്റില്ല. ഇന്നിപ്പോൾ ഒക്കെ യൂണിസെക്സ് ആയി മാറി, എല്ലാവർക്കും ഒന്നാണ്. ആണിൻ്റെ ഡ്രസ്സ് പെണ്ണിൻ്റെ ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല, ആണിൻ്റെ ചെരുപ്പ് പെണ്ണിൻ്റെ ചെരുപ്പ് അവൻ അവൾ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇസ്ലാമികമായി നോക്കുമ്പോൾ ഇതൊന്നും പാടില്ല. നമ്മുടെ നാട്ടിൽ പാടുണ്ടായേക്കാം, നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ അതേ പറയാൻ പറ്റില്ല, കൂടെ പറയണ്ട. ശറഈയായി മതപരമായി അത് വിലക്കപ്പെട്ട കാര്യമാണ്. മതപരം സ്വീകരിക്കുന്നില്ല, ആയിക്കോട്ടെ, ഓ സ്വീകരിക്കണ്ട, അത്രയേ ഉള്ളൂ. മതം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടലും പെണ്ണ് ആണിൻ്റെ വേഷം കെട്ടലും ഹറാമായ കാര്യമാണ്. ഫി സ്വലാത്തി വഗൈരിഹാ, നിസ്കാരത്തിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ. ലിമാ റവൽ ബുഖാരിയു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർ റിജാൽ, പരസ്പരം സാദൃശ്യപ്പെടുന്നവരെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു, ആണിൽ നിന്നും പെണ്ണിൽ നിന്നും എന്ന ഹദീസാണ് നമുക്കതിനുള്ള തെളിവ്. ഇനി നേരത്തെ പറഞ്ഞ അതേ മസ്അല, ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാകുമോ?
മൻ സല്ലാ മിൻ റിജാലി അബിൻ നിസാഇ, ഒരാണോ പെണ്ണോ നിസ്കരിച്ചു, വ അലൈഹി ലിബാസുൻ ഫീഹി സൂറത്തുൻ ലിമാ ഫീഹി റൂഹുൻ, ജീവനുള്ള ഒന്നിൻ്റെ ചിത്രമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചു, ഔ ഫീഹി സൂറത്തു സലീബിൻ, അല്ലെങ്കിൽ കുരിശുള്ള ചിത്രം ഉണ്ട്, ഔ കാന മുതശബ്ബിഹൻ ഹാദി ലിബ്സിഹി ലഹു തശബ്ബുഹൻ മുഹറമൻ, അല്ലെങ്കിൽ ഹറാമായ സദൃശ്യപ്പെടലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചു എങ്കിലൊക്കെ ഫസ്വലാത്തുഹു സ്വഹീഹ, നിസ്കാരം സ്വഹീഹാകും. നിസ്കാരത്തിന് അവിടുത്തെ മടച്ചാൽ മതി, അവിടുത്തെ മടക്കുക ഷർത്ത് അതുണ്ട്, അപ്പം നിസ്കാരം സ്വഹീഹാണ്. എന്നാൽ ചെയ്ത പണിയോ ഹറാമാണ്, അതിന് അവന് ശിക്ഷ ലഭിക്കുക. അപ്പം അങ്ങനെ ഒരാളെ കണ്ടാൽ ആ നിസ്കാരം ശരിയാവില്ല, അപ്പോൾ രണ്ടാമത് നിസ്കരിച്ചോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിസ്കാരം സ്വയം പക്ഷെ മോനെ ഇത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല, കുറ്റം കിട്ടും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് നിസ്കാരം ബാത്തിലാകും എന്ന് പറയാൻ നമുക്കവിടെ വകുപ്പില്ല. ലിഅദമി ദലീലി അലാ ഫസാദിഹാ, നിസ്കാരം ഫസാദാകുമെന്ന് പറയാൻ തെളിവില്ലാത്തതിനാൽ. വഹുവ ആസിമുൽ ഇർതികാബിഹി ഹാദൽ ഫഇലൽ മുഹറമ, എന്നാൽ ഈ ഹറാമായ കാര്യം ചെയ്തതിന് അവൻ ശിക്ഷാർഹനായി മാറുകയും ചെയ്യും. അതിനർത്ഥം അത് ധരിച്ച് നിസ്കരിക്കാമെന്നല്ല, നിസ്കരിക്കേണ്ടത് അങ്ങനത്തെ അല്ലാത്ത ധരിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അങ്ങനത്തെ ധരിച്ചുകൊണ്ട് നിസ്കരിച്ചു എങ്കിൽ ചെയ്ത പണി ഹറാം, പക്ഷെ നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല എന്ന് മാത്രമേ ഇത് വരുന്നുള്ളൂ. അതുകൂടി ആ ഒരു ഭാഗം അവസാനിക്കുന്നു. ഇനി ഔറത്തിൻ്റെ ഹദ്ദാണ്. അപ്പം അവിടുത്തെ മടക്ക ഷർത്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ വസ്ത്രം ആകാമെന്ന് പറഞ്ഞു, ഏതൊക്കെ വസ്ത്രം ആയിക്കൂടാന്ന് പറഞ്ഞു. ഇനി ഏതാണ് ഔറത്ത്, എത്ര മുതൽ എത്ര വരെ, ആണിനെത്ര പെണ്ണിനെത്ര, ഒറ്റക്കാകുമ്പോൾ എത്ര, മഹറമിനെ കൂടെ എത്ര, അന്യാളത്ത് എത്ര, നിസ്കാരത്തിലെത്ര, അല്ലാത്തപ്പോഴെത്ര, അതാണ് ഇനിയുള്ള ചർച്ച. അൽ ഫസ്ലു സാബിഅ, 7ാമത്തെ ഉപാധ്യായം. ഹുദൂദുൽ ഔറത്തില്ലത്തി യജിബു സത്റുഹ, മടക്കൽ നിർബന്ധമായ ഔറത്തിൻ്റെ പരിധികൾ. 1448. ഔറത്തു റജുലി ഫിസ്സലാ, നിസ്കാരത്തിൽ ഒരു പുരുഷൻ്റെ ഔറത്ത് മാ ബൈന സുർറത്തി വറുക്ബതി, പൊക്കിളിനും മുട്ടിനും ഇടയ്ക്കുള്ള സ്ഥലമാകുന്നു. നിസ്കാരത്തിൽ ഒരു പുരുഷൻ മറക്കേണ്ട ഔറത്ത് എന്ത് ചോദിച്ചാൽ പൊക്കിൾ മുതൽ മുട്ട് വരെ. വഹാദ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. മാലിക്കി, ഹനഫി, ഷാഫി മദ്ഹബിലൊക്കെ ഈ അഭിപ്രായമാണ്. ഹംബലിയിലെ ഏറ്റവും പ്രസിദ്ധ അഭിപ്രായവും ഈ അഭിപ്രായം തന്നെയാണ്. അതെ, പൊക്കിളിനും മുട്ടിനും ഇടയിൽ. അതെ, അപ്പം മുട്ട് മറക്കണോ പൊക്കിൾ മറക്കണോ ശേഷം പറ്റുന്നുണ്ട്. ഉമൂമിൽ ആയത്തി സാബിഖ, തെളിവെന്താണ്? നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ പൊതുവായ അധ്യാപനം. യാ ബനി ആദമ ഖുദൂ സിനതകും ഇൻദ കുല്ലി മസ്ജിദ്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചു നമ്മൾ. എല്ലാ നിസ്കാര സമയത്തും നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. ആ ആയത്താണ് ഇതിന് തെളിവ്. വഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വാക്കുമാണ് തെളിവ്. ജാബിർ ഇബ്നു അബ്ദില്ലാ, ജാബിർ ഇബ്നു അബ്ദില്ലയോട് നബി തങ്ങൾ പറഞ്ഞു, ലമ്മാ സ്വല്ല, ജാബിർ ഇബ്നു അബ്ദില്ല നിസ്കരിച്ചു, വഅലൈഹി സൗബുൻ, അദ്ദേഹത്തിന് മേൽ ഒറ്റ വസ്ത്രമാണുള്ളത്, ഖദ് ഇസ്തമല ബിഹി, അതുകൊണ്ട് ഒന്നാകെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒറ്റ വസ്ത്രം ഉള്ളൂ. ആ വസ്ത്രം ആകെ പൊതിഞ്ഞിട്ട് അദ്ദേഹം ഇസ്തമല ബിഹി, ആ ഇസ്തിമാൽ എന്തായിരുന്നു? നബി ഇമാമൊക്കെ പറഞ്ഞ് കാണാം, ആ വസ്ത്രം കൊണ്ട് ഒന്നാകണ്ട് പൊതിഞ്ഞതാണ്. കൈയടക്കം ഉള്ളിലായിക്കൊണ്ട്, കൈയൊന്നും പുറത്തേക്കാവാതെ നമ്മൾ സാധാരണ പുതപ്പോടൊക്കെ കണ്ട് പുതക്കണ പോലെ ഒറ്റ വസ്ത്രം കൊണ്ട് ഒന്നാകെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് അദ്ദേഹം നിസ്കരിച്ചു. ഇത് കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇൻകാന വാസിഅൻ ഫൽതഹിഫ് ബിഹി, ഈ ഒറ്റ വസ്ത്രമുള്ളതിലേക്ക് വിശാലമായതാണ് എങ്കിൽ, ഒന്നാകെ പൊതിയാൻ മാത്രമൊക്കെ വലിപ്പമുള്ള വസ്ത്രമാണ് എങ്കിൽ നീ അതുകൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞോ. വൈൻകാന ലൊയ്യിഖൻ, അല്ല അതിന് മാത്രമില്ല, ഒരു ഇടുങ്ങിയ വസ്ത്രമാണ് എങ്കിൽ ഫത്തസിർ ബിഹി, നീ അതിനെ അരവസ്ത്രമായി ധരിച്ചോ, തുണിയായിട്ട് ഉടുത്തോ. ഒന്നാകെ പൊതിയാൻ മാത്രം തികയില്ല, എന്നാൽ പിന്നെ അത് തുണിയായിട്ട് നീ ഉടുത്തോ. അല്ല, ഒന്നാകെ പൊതിയാൻ മാത്രം ഉണ്ടെങ്കിലോ നീ അതൊന്നാകെ ചുറ്റിപ്പൊതിഞ്ഞോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഫത്തസിർ ബിഹി എന്ന് പറഞ്ഞു, ഇസാറായി സ്വീകരിച്ചോ. ഇസാർ എന്ന് പറയുക സാധാരണ നമ്മൾ അരമ്പലിങ്ങനെ കുത്തി ഉടുക്കുന്ന ഈ തുണി, ഈ നിലക്കുള്ള വസ്ത്രങ്ങൾക്കാണ് സാധാരണ ഇസാർ എന്ന് ഉപയോഗിക്കുക. അപ്പം ഇത് ഉടുത്താൽ സാധാരണ മറിയിൽ പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗത്തുള്ള സാധാരണ ഗതി അറിയാം. അപ്പം അതേ നിർബന്ധമുള്ളൂ, അതേ ഷർത്തുള്ളൂ എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി.
വമിനൽ മഅലൂമി അന്നൽ ഇസാറ യകൂനു വസ്തൽ ഇൻസാനി മിൻ സുറത്തി ഇലാ റുക്ബതൈഹി. സാധാരണഗതിയിൽ ഇസാർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മധ്യഭാഗത്തുണ്ടാവുക, പൊക്കിൾ മുതൽ ആരംഭിച്ച് ഒരു മുട്ട് വരെ അല്ലെ താഴ്ത്തുക, അതാണ് ഇസാർ എന്ന് പറയുക. ഫത്തസിർ ബിഹി, നീ ഇസാറായി സ്വീകരിച്ചോ എന്ന് നബി പറഞ്ഞപ്പോൾ ഇതാണ് മിനിമം ഒരാൾക്ക് മറക്കൽ ബാധ്യതയായത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ സംശയത്തിന് മറുപടി. അടുത്തത് 1440 പൊക്കിളും മുട്ടും ലൈസത്താ മിൻ ഔറ, അത് രണ്ടും ഔറത്തിൽപ്പെട്ടതല്ല. അല്ലത്തി യജിബു അല റജുലി സത്റുഹാ ഫിസ്സലാ, നിസ്കാരത്തിൽ അത് മറക്കൽ നിർബന്ധമാണോ? അല്ല. ലിഅദമി ദലീലി അലാ വുജൂബി സത്രിഹിമാ, അത് രണ്ടും മറക്കൽ വാജിബാണ് എന്നതിന് പ്രത്യേകം തെളിവില്ലാത്തതിനാൽ എന്നാണ്. അതിൽ വ്യത്യസ്തമായ ചർച്ചകളൊക്കെ ഉണ്ട്, താഴെ കൊടുത്ത് കാണാൻ കഴിയും. അതുപ്രകാരം പൊതുവെ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ്. ഷാഫി മദ്ഹബിൻ്റെയും പ്രബലമായ അഭിപ്രായം അത് തന്നെയാണ്. പൊക്കലിനും മുട്ടിനും ഇടയിൽ എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് മുട്ടൊരൽപ്പം മുട്ടിന് താഴ്ഭാഗദേശം വെളിവായി അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവോ ചോദിച്ചാൽ ഇല്ല. പൊക്കൾ മറിഞ്ഞിട്ടില്ല എങ്കിലും നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല. വക്കല മാ ഫൗക സുറത്തി, അതേപോലെ പൊക്കലിന് മീതെയുള്ളതും നിർബന്ധമില്ല. വമാ തഹ്ത റുക്ബ, മുട്ടിന് താഴെയുള്ളതും ലൈസ മിൻ ഔറ, അത് അവിടത്തല്ല. വഹാദാ മുജ്മഉൻ അലൈഹി, അതാവട്ടെ ഇജ്മാ ഉള്ള കാര്യമാണ് താനും. പൊക്കലിന് മീതെ മറക്കൽ അവിടത്തല്ല, മുട്ടിന് താഴെയുള്ളതും അവിടത്തല്ല. പൊക്കലിനും മുട്ടിനും ഇടയിലുള്ളതാണ് നിർബന്ധമായ അവിടത്ത്. പൊക്കളും മുട്ടും അവിടത്തിൽ പെടുമോ ഇല്ലേ, അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പൊതുവെ പ്രബലമായ അഭിപ്രായം അത് അവിടത്തല്ല എന്ന് തന്നെയാണ്. താഴെ നമ്പർ 1 നോക്കി. ഫി റഹ്മത്തുൽ ഉമ്മ അൽ ഇത്തിഫാഖ് അല അന്ന സുറത്ത് ബിർ റജുലി ലൈസത് ഔറ, പുരുഷന്റെ പൊക്കിൽ അവിടത്തല്ല. വഫീമാ ദക്കറഹു നദർ, എന്നാൽ അതിൽ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. ഫഇൻദ അഹ്മദ് ഫി റിവായത്തിൻ വവജു ഇൻദ ഷാഫിഇയ്യ അന്നഹാ ഔറ, ഇമാം അഹ്മദിന്റെ ഒരു റിവായത്ത് പ്രകാരവും ഇമാം ഷാഫി മദ്ഹബിലെ ഒരു വജഹ് പ്രകാരവും ഇത് ഔറത്താണ്. എന്നാൽ മശ്ഹൂർ ഇൻദ ഷാഫിഇയ്യത്തി വഇൻദ ഹനാബിലത്തി അന്നഹാ ലൈസത് ഔറ, ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായവും ഹംബലി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായവും ഇത് ഔറത്തല്ല എന്നാണ്. നബി ഇമാമിന്റെ ശറഹ് മുഹദ്ദബ് നോക്കുക എന്നാണ് അദ്ദേഹം അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു പൊക്കിളും മുട്ടും കൂടെ അവിടത്തിൽ ഉൾപ്പെടും, ചിലർ പറഞ്ഞു അല്ല അത് രണ്ടും അവിടത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാഹു അഅലം. എന്നാൽ യുസ്തഹബ്ബു, സുന്നത്താണ്, അയുസല്ലിയ റജുലു ഫീ സൗബൈനി, പുരുഷനാണെങ്കിൽ 2 വസ്ത്രത്തിൽ നിസ്കരിക്കൽ സുന്നത്താണ്. ഷർത്ത് ഒറ്റ വസ്ത്രം, പൊക്കിൾ മുതൽ മുട്ട് വരെ. എന്നാൽ നിസ്കരിക്കേണ്ട ഏറ്റവും അഫ്ളൽ എന്താണ്? അവിടത്തും മറക്കുക, അതോടൊപ്പം പിരടിയും മറക്കുക. വഹാദാ മുജ്മഉ, ഇത് സുന്നത്താണെന്ന കാര്യത്തിൽ ഇജ്മാഉണ്ട്. വഇൻ സല്ലാ ഫീ സൗബിൻ വാഹിദിൻ, എന്ന ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിച്ചാലോ അജ്സഅഹു ദാലിക, അതവന് മതിയാകും. നിസ്കാരം സ്വഹിയാവില്ല. മറ്റൊരു തോർത്തുമുടുത്തോടെ നിസ്കരിച്ചു, ഒരു തോർത്തുമുടുത്തിട്ട് നിസ്കരിച്ചു, പൊക്കിൾ മുതൽ മുട്ട് വരെ മടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രൗസർ നിസ്കരിച്ചു, നിസ്കാരം സ്വഹിയാകുമോ? സ്വഹിയാകും. നിസ്കരിക്കേണ്ടത് അങ്ങനെയാണോ? അല്ല. സൗകര്യമുണ്ടെങ്കിൽ അയാൾ ഒരു വസ്ത്രം പിരടിയും കൂടി ഇടുകയാണ് വേണ്ടത്. വഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, പൊതുവേ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് മതിയാകുമെന്നാണ്. ലാകിൻ യുസ്തഹബ്ബു ലഹു തഖ്തിയത്തുൽ ആതിഖി, എന്നാൽ പിരടി കൂടി മറക്കൽ അവന് സുന്നത്താണ്. ഉഹമാ ബൈന കത്തിഫി വൽ ഉനുഖി, കഴുത്തിൻ്റെയും 2 ഷോൾഡറിനും ഇടയ്ക്കുള്ള ഭാഗം, അതിനാണ് ആതിഖ് എന്ന് പറയാം, പിരടി, അതുകൂടി മറക്കൽ അവന് സുന്നത്താണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസല്ലിയന്ന അഹദുക്കും ഫി സൗബിൽ വാഹിദി അലാ ലൈസ അലാ ആതിഖിഹി മിൻഹു ഷൈഉൻ, അവൻ്റെ ചുമലുകളിൽ ഒന്നുമില്ലാതെ ഒറ്റ വസ്ത്രത്തിലായിക്കൊണ്ട് നിങ്ങളൊരാൾ നിസ്കരിക്കരുത് എന്ന നബിയുടെ വാക്കാണ് തെളിവ്. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ ലാ യുസല്ലിയന്ന, നിങ്ങൾ നിസ്കരിക്കുകയേ ചെയ്യരുത്. അപ്പം അതിൻ്റെ ബാഹ്യാർത്ഥ പ്രകാരം ഇത് നിർബന്ധം വരൂലെന്നാണ്. സുന്നത്താണ് ഇങ്ങനെ പറയില്ലല്ലോ, നിങ്ങളാടും ഇതില്ലാതെ നിസ്കരിക്കരുത് എന്ന് പറയുമ്പോൾ നിസ്കരിക്കാൻ പറ്റൂല, അത് ഹറാമാണ്, അപ്പം നിനക്ക് നിർബന്ധമാണ് എന്നല്ലേ വരിക. അതാണ് ബാഹ്യാർത്ഥം ഈ ഹദീസ് മാത്രമാണെങ്കിൽ. പക്ഷേ നേരത്തെ പറഞ്ഞ ജാബിർ ഹദീസ് അപ്പുറത്തുണ്ട്. നബി പറഞ്ഞല്ലോ ഒറ്റ വസ്ത്രമാണെങ്കിൽ
വിശാലമാണെങ്കിൽ ഒന്നാകെ ചുറ്റിപ്പൊതിഞ്ഞോ, അതല്ല കുറവാണെങ്കിൽ നീ അരവസ്ത്രമായി ധരിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചുമര് മറയുമോ? മറയൂല. അപ്പം ഇതെന്ത് മനസ്സിലായി? ഈ പറഞ്ഞത് നിർബന്ധം എന്ന അർത്ഥത്തിലല്ല. അതാണ് വഹാദാ ഖൗലുൽ ജംഹൂർ. അല്ല, റവാഹുൽ ബുഖാരി മുസ്ലിം വലൈസ ദാലിക ബിവാജിബ്, ഇത് വാജിബല്ല. വഹാദാ ഖൗലുൽ ജംഹൂർ, വാജിബല്ല എന്നാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. വലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ബിൻ അബ്ദുല്ലാ, ജാബിർ ബിൻ അബ്ദുല്ലയോട് നബി തങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ വാക്ക്, അതാണതിന് തെളിവ്. വല്ലാഹു അഅലം. അവിടെ നബി തങ്ങൾ ഇദാ കാന വാസിയൻ ഫഖാലിഫ് ബൈന തറഫൈഹി വഇദാ കാന ളയ്യിഖൻ ഫസ്തുദു അലാ ഹിഖ്ബിക, ഇടുങ്ങിയതാണെങ്കിൽ നിന്റെ അരയിൽ നീ അത് കെട്ടുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഹിഖ്ബ് എന്ന ഊരക്കാണ് ഹിഖ്ബ് എന്നറിയാം. നിന്റെ ഊരയിൽ നീ അത് കെട്ടുക എന്ന് പറഞ്ഞാൽ അരവസ്ത്രമാക്കി ഉടുക്കുക എന്നർത്ഥം. അപ്പോൾ നിർബന്ധമായും മറയ്ക്കാണ് ഔറത്ത് എന്നത് പുരുഷന് പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗമാണ്. എന്നാൽ അതിൻ്റെ കൂടെ ചുമലിൽ ഒരു എന്തെങ്കിലും മറ ഉണ്ടാവൽ അഭികാമ്യമാണ്, അത് വാജിബല്ല എന്ന ഗൗരവമായി നബി തങ്ങൾ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. വഅലൈഹി, അത് പ്രകാരം ഫലൗ സ്വല്ല റജുലു ഫീ ഇസാരിൻ, ഒരു പുരുഷൻ ഒരു തുണി ഉടുത്തുകൊണ്ട് നിസ്കരിച്ചു, ഔ സറാവീൽ, അല്ലെങ്കിൽ പാൻ ഇട്ടുകൊണ്ട് നിസ്കരിച്ചു, തുഗത്തി മാ ബൈന സുറത്തിഹി വറുക്ബത്തിഹി, അവൻ്റെ പൊക്കിളിനും മുട്ടിനും ഇടയിലുള്ളത് മറയുന്ന വിധമുള്ള ഒരു തുണിയോ ഒരു പാൻറ്റോ ഒക്കെ ധരിച്ചുകൊണ്ടാണ് നിസ്കരിച്ചാൽ സ്വഹത്ത് സ്വലാത്തുഹു, നിസ്കാരം സ്വഹിയാണ്. വകദാലിക ലൗ സ്വല്ലാ ഫിൽ ലിബാസി അല്ലദീ യുശ്ബിഹു സറാബീൽ, ഇനി പാൻറ്റിനോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങളാണെങ്കിലും വയുസമ്മ ബന്താൽ ഔ ബന്തലൂൻ എന്നൊക്കെ പറയുന്ന, അതായത് ഈ ട്രൗസറുകൾ, ട്രൗസറാണ്, അതായത് പാൻറ്റ് പോലുള്ള പിന്നെ അത്തരം ചെറിയ പാൻറ്റ്, അതിലേക്ക് ബന്തലൂൻ എന്നൊക്കെ പറയാം, ട്രൗസർ, അത്തരം ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് നിസ്കരിച്ചു. വകാന യതമക്കനു ഹാല സ്വലാത്തിഹി ഫീഹി മിൻ ഇഅ്തിദാലി ഫി സുജൂദി വഫിൽ ജുലൂസി, അത് ധരിച്ചാൽ നിസ്കരിക്കൽ സുജൂദ് ചെയ്യാനും ഇരിക്കാനും ഇഅ്തിദാലിനും ഒക്കെ സൗകര്യമുണ്ട് താനും. ചിലത് കൊടുത്താൽ പിന്നെ റുക്കുക്ക് പോകാൻ കഴിയില്ല, പോയ എണീക്കാൻ കഴിയില്ല, ആ ഇതൊക്കെ ഉണ്ടാവും. അതല്ല, ഇത് ധരിച്ചാൽ പോലെ സുജൂദ് ചെയ്യാനും എണീക്കാനൊക്കെ പറ്റുകയും ചെയ്യും. ആ നിലക്കൊക്കെ ആണെങ്കിൽ സുജൂദിലോ അവിടുത്തെ നിന്നും വെളിവാകുന്നുമില്ല എങ്കിൽ അവിടെ നിസ്കാരം സ്വഹിയാവും. ചിലതുള്ള സുജൂദിക്കാണ് പോയാൽ ബാക്കൊന്നാകണ്ട് കീഞ്ഞിറങ്ങും, മൊത്തം കാണും. അതല്ല, അങ്ങനൊന്നും അവിടുത്തെ വെളിവാകാത്തതും റുക്കോഴും സുജൂദിനും ഇരുത്തത്തിനുമെല്ലാം സൗകര്യപ്പെടുന്നതുമായ പാൻറ്, ട്രൗസറ്, ഒരു തുണി, ഇതൊക്കെ ധരിച്ചുകൊണ്ടൊരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹിയാവും. എന്നാൽ വകുല്ലമാക്കാന സൗബു, അടുത്ത 452 മസ്അല, വകുല്ലമാക്കാന സൗബു യസ്തുറു അക്സറ ജിസ്മി റജുലി ഫഹുവ ഔലാ, എന്നാൽ ഒരാളുടെ ശരീരം എത്ര അധികം മറയുന്ന വസ്ത്രമാണോ അത്രയും അത് നല്ല കാര്യമാണ്. ഇത് ഏറ്റവും മിനിമമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഒരാൾ നല്ല തുണിയും നല്ല കുപ്പായക്കെട്ട് ഒരു മാന്യമായ വേഷം ധരിച്ച് ആ മട്ടം പോലെ നിസ്കരിക്കുകയാണെങ്കിലോ അതാണ് ഏറ്റവും ശ്രേഷ്ഠം, തർക്കമൊന്നുമില്ല. അതാണല്ലോ സീനത്തിൻ്റെ പരിപൂർണത. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, സീനത്ത് നിങ്ങൾ സ്വീകരിക്കണം. അപ്പം സീനത്ത് എന്താണ്? ഇപ്പം സാധാരണ കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഒരു കുപ്പായുടെ നമ്മൾ പോവുമോ? പോകൂല. നമ്മൾ കഴിഞ്ഞ പറഞ്ഞു ഇബ്നു ഉമർ നാഫിനോട് ചോദിച്ചത്, ഒരാളെ കാണാൻ പറഞ്ഞയച്ചാൽ ഇതൊടുത്ത് നീ പോകുമോ ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അള്ളാഹിൻ്റെ അടുത്തേക്കല്ലേ കുറച്ചും കൂടെ എനിക്ക് അതിന് അർഹതപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഒരാൾ എത്ര കണ്ട് മറയുന്നുവോ അത് അയാൾക്ക് നല്ലതാണ്. അള്ളാഹു തആല നിസ്കാരത്തിൽ സീനത്ത് സ്വീകരിക്കാനാണ് അള്ളാഹു തആല പറഞ്ഞത്. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ് വലിമാ റവൽ ബുഖാരിയു, ഈ ആയത്ത് തെളിവാണ്. വലിമാ റവൽ ബുഖാരിയു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസും തെളിവാണ്. അനബി ഹുറൈറ ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാമ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബിയുടെ അടുത്തേക്ക് വന്നു. ഫസഅലഹു അനി സ്വലാത്തി ഫി സൗബിൽ വാഹിദ്, അദ്ദേഹം നബിയോട് ചോദിച്ചു, നബിയെ ഒറ്റ വസ്ത്രം ധരിച്ച് നിസ്കരിക്കാമോ, ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാൽ, അപ്പം നബി തങ്ങൾ ചോദിച്ചു, അവ കുല്ലുക്കും യജിദു സൗബൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് വസ്ത്രമുണ്ടോ?
അയാൾക്കാകെ വസ്ത്രമേ ഉള്ളൂ, അല്ലാതെ വസ്ത്രമില്ല. അപ്പോൾ അത് നിസ്കരിക്കാൻ പറ്റുമോ ചോദിക്കണേ. അപ്പം നബിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല അർത്ഥം. കാരണം എന്താ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് പറഞ്ഞ വഴിയൊന്നുമില്ല. അപ്പം എന്തിനാ പറഞ്ഞത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും 2 വസ്ത്രം ഉണ്ടോന്ന്. അതാണ് അവ കുല്ലക്കും യജിദു സൗബൈൻ, നിങ്ങൾ എല്ലാവർക്കും 2 വസ്ത്രമുണ്ടോ. സുമ്മ സഅല റജുലുൻ ഉമറ, പിന്നെ ആ മനുഷ്യൻ ഉമർ ഖത്താബിനോട് പോയി ചോദിച്ചു. നബി ഇത് പറഞ്ഞു. അപ്പം മൂപ്പര് നേരെ ഉമർ ഖത്താബിനടുത്ത് പോയിട്ട് ചോദിച്ചു, അല്ല ഒറ്റ വസ്ത്രം നിസ്കരിക്കാൻ പറ്റുമോ. ഫഖാൽ, അപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, ഇദാ വസ്സഅ അല്ലാഹു ഫഔസിഉ, അല്ലാഹു നിങ്ങൾക്ക് വിശാലത തന്നാൽ നിങ്ങളും വിശാലത കാണിക്കുക. അപ്പം അല്ലാഹ് ആകെ ഒറ്റ വസ്ത്രം തന്നിട്ടുള്ളൂ, അത് നിസ്കരിച്ചോളി. അല്ല 2 എടുക്കുക, അല്ലാഹ് വകുപ്പ് തന്നോ, ഞങ്ങൾ 2 എടുത്തു. അല്ലാഹ് വിശാലത തന്നാൽ നിങ്ങളും വിശാലത കാണിക്കുക. ജമഅ റജുലുൻ സിയാബഹു സ്വല്ല റജുലുൻ ഫി ഇസാരിൻ വരിദാഇൻ ഫി ഇസാരിൻ വഖമീസിൻ ഫി ഇസാരിൻ വഖുബാഇൻ ഫി സറാബിൽ വരിദാഇൻ ഫി സറാബിൽ വഖമീസിൻ ഫി സറാബിൽ വഖുബാഇൻ ഫി തുബാനിൻ വഖുബാഇൻ ഫി തുബാനിൻ വഖമീസിൻ ഖാൽ വഹ്സബു ഖാൽ ഫി തുബാനിൻ വരിദാഇൻ. അല്ലാഹു തആല ഒരാൾക്ക് ഏതൊക്കെ വസ്ത്രങ്ങൾ കൊടുത്തത് അതൊക്കെ ധരിച്ചോ, നിസ്കരിച്ചോട്ടെ. അത് കുപ്പായമാകാം, പാൻറ്റും കുപ്പായമാവാം, തുണിയും കുപ്പായവുമാവാം, ട്രൗസറും കുപ്പായവുമാകാം, അതേപോലെ തുണിയും ഒരു മേൽത്തട്ടവുമാകാം. ഏതാണോ അല്ലാഹു തന്നത് അതൊക്കെ അല്ലാഹ് വിശാലത തന്നതിനനുസരിച്ച് നിങ്ങളും വിശാലത കാണിക്കുക. അപ്പം അതൊക്കെ എല്ലാം മട്ടം പോലെ ധരിച്ച് നിസ്കരിക്കാൻ മാത്രം വകുപ്പുണ്ടോ. അതനുസരിച്ച് നല്ല തുണിയൊക്കെ എടുത്ത്, നല്ല കുപ്പായൊക്കെ ഇട്ട്, നല്ലൊരു മട്ടം പോലെ നല്ല വേഷം സ്വീകരിച്ച് നിസ്കരിക്കാൻ വക ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവമാണിത്. 1453 അസ്വഗീറു കൽ കബീരി ഫിൽ ഔറ ഫി ഹദ്ദിൽ ഔറ, ചെറിയ കുട്ടികൾ, അസ്വഗീർ ചെറിയവർ, കൽ കബീർ വലിയവരെ പോലെ തന്നെയാണ്, ഫി ഹദ്ദിൽ ഔറ ഔറത്തിന്റെ കാര്യത്തിൽ, അല്ലത്തി യംബഗി സത്റുഹാ ഫി സ്വലാ നിസ്കാരത്തിൽ മറക്കൽ അനിവാര്യമായ ഔറത്തിന്റെ കാര്യത്തിൽ കുട്ടികളും വലിയവരെ പോലെ തന്നെയാണ്. ഇപ്പം കുട്ടി നിസ്കരിക്കുകയാണ് എന്നാൽ ആ കുട്ടി വേണം അവിടുത്തെ മറക്കുക. ലാക്കിൻ എന്നാൽ വൈറുൽ ബാലിഗി പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിൽ, സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികൾ 4 വയസ്സ് 5 വയസ്സ് കുട്ടികളൊക്കെ വെറുതെ വന്നിട്ട് ഒപ്പം നിസ്കരിക്കും. അവിടെയും വേണോ, ഇത് വേണ്ട. അതാണ് വൈറുൽ ബാലിഗി പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണെങ്കിലോ യുഅ്മറു ബിദാലിക അവന് കൽപ്പിക്കണം. അത് തദ്രീബൻ ലഹു ഒരു ട്രെയിനിങ് എന്നുള്ളേക്ക് വാജിബായിട്ടല്ല. ഒന്ന് നിസ്കരിക്കാൻ പോലും വേണം, നല്ല ട്രൗസർ ഇടല്ലേ, ഒരു നല്ല പേരിട്ട് വാ, ഒരു കുപ്പായ കിട്ടുക, നിസ്കരിക്കല്ലേ ഇത് ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുത്താലാണ് ഓനും മനസ്സിലാവും. നിസ്കരിക്കാൻ വരുമ്പോൾ അങ്ങനെ പറ്റൂല, അതൊരു അദബ് ആവശ്യമുണ്ട് എന്നൊരു പാഠം ചെറിയ പ്രായത്തിലെ അവൻ പഠിച്ചു വരട്ടെ. ആ നിലയ്ക്ക് തദ്രീബ് ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി അവനോടത് കൽപ്പിക്കാം, അല്ല അത് വാജിബ് എന്ന രൂപത്തിൽ അല്ല. അല്ലാഹു അഅലം. നടന്നോട്ടെ. ഇനി നമുക്ക് നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴുള്ള ഔറത്താണ്. ഇതിപ്പോൾ നിസ്കാരത്തിൽ ഔറത്താണ് പറഞ്ഞത്. ഈ നിസ്കാരത്തിൽ അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ എന്ത് വസ്ത്രം ധരിക്കേണ്ടത്, തുണി മടക്കി കുത്താൻ പറ്റുമോ, ഒരു ട്രൗസർ ഇട്ട് നിൽക്കാൻ പറ്റുമോ, അതേപോലെ പിന്നെ കുപ്പായിട നടക്കാൻ പറ്റുമോ, അത് എവിടെയൊക്കെ ആരൊക്കെ മുമ്പിൽ പറ്റും എന്നൊക്കെയുള്ളതാണ് ഇനിയുള്ള ആണിനും പെണ്ണിനും നിസ്കാരത്തിന് പുറത്തുള്ള ഔറത്ത് എത്ര, അതാണ് ഇനിയുള്ള മസ്അല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. എന്താണെങ്കിലും കേട്ടതിനപ്പുറം ഇതൊക്കെ അമൽ ചെയ്യാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. എപ്പോഴും പറയുന്ന പോലെ ജീവിതത്തിൽ സാധാരണ ആവശ്യമെന്ന മസ്അലകളാണ് ഇതിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേവലം ക്ലാസ് കേട്ട് പോകുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാനുള്ള മസായിലാണ്. ആ നിലയ്ക്ക് നമ്മളൊക്കെ പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിക്കുക, ദീനിൽ സൂക്ഷ്മത പാലിക്കുക, റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുക. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അത് പറ്റും. കച്ചവടത്തിന് ഹുക്മ വേറെ, ധരിക്കുന്ന ഹുക്മ വേറെ. ഡമ്മികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ടെക്സ്റ്റൈൽസിന് മുമ്പിലേക്ക് സാധാരണ ഡമ്മികൾ വെക്കും. ഡമ്മി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ അവയവങ്ങളും ഉള്ള ലക്ഷണമൊത്ത ഡമ്മിയാണെങ്കിൽ അത് ഹറാമാണ്. അതേസമയം തലല്ല, കഴുത്ത് വരെ ഉണ്ട് എങ്കിൽ ഹറാമില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാം മൊത്ത ശരിയായ ഒരാളെപ്പോലെ തന്നെ ഉള്ളതാണെങ്കിൽ അത് പറ്റൂല. അവർ പ്രത്യേകം ഹദീസിലെ സൂചന വന്നു. പണ്ഡിതന്മാർ പൊതുവെ ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് തല മുറിച്ച് കളയുക, ചില അവയവങ്ങൾ മുറിച്ച് മാറ്റുക, അതിന് രൂപമാറ്റം വരുത്തുക.
രൂപം മാറ്റം വരുത്തിയിട്ട് സാധാരണ ഒരു ആ ജീവിയുടെ അല്ലാത്ത രൂപത്തിൽ അത് ആക്കി മാറ്റുക എങ്കിൽ അതിന് വിരോധമൊന്നുമില്ല. അതല്ല എല്ലാം മൊത്ത നല്ല ഒരാളെപ്പോലെ തന്നെ മുടിയും തലയും കണ്ണും കാതും മൂക്കൊക്കെ ഉള്ള എല്ലാം തികഞ്ഞ ഡെമ്മിയാണെങ്കിൽ അത് പാടില്ല, കടന്നു പോലും പറ്റൂല, അല്ലാത്തടത്തും പറ്റൂല. വല്ലാഹു അഅലം. അൽഹംദുലില്ലാഹ് ഖൈർ. ബറകല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.